പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. അപ്പോൾ ഈ റൈറ്റ് ദ ഇക്വേഷൻ റെപ്രസെൻറ്റിങ് ദ റിലേഷൻ പി ഓഫ് വണ്ണും പി ഓഫ് ടൂവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് വണ്ണിൽ എന്ത് ഉത്തരം കിട്ടും, പി ഓഫ് ടൂവിൽ എന്ത് ഉത്തരം എന്നൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് എ എക്സ് പ്ലസ് ബി എത്ര എന്നാണ്. അത് കണ്ടെത്താനുള്ള പഠിക്കാം എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്നാണല്ലോ എഴുതേണ്ടത്. ബഹുപദത്തിന് നമ്മൾ എഴുതുന്നത് പി ഓഫ് എക്സ്. അതുവരെ നിങ്ങൾക്കറിയാം പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇങ്ങനെ എഴുതാൻ എല്ലാവർക്കും അറിയാം. ഇനി ക്വസ്റ്റ്യനിലുള്ള മെയിൻ പോയിന്റിലേക്ക് പോകണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പി ഓഫ് വൺ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ പി ഓഫ് വണ്ണിൻ്റെ വാല്യൂ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആകെ പി ഓഫ് വണ്ണിലെ ഈ എക്സിൻ്റെ അവിടെ 1 കൊടുത്ത് ഇവിടെ എന്ത് മാറ്റം വരുന്നു നോക്കണം. അതാ നോക്കിയോ മക്കളെ, എ ഇൻറ്റു 1 എക്സിൻ്റെ ഇവിടെ 1 കൊടുക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ട് അതാണ്ട് ഇവിടെ നോക്കി, ഇവിടുത്തെ എക്സ് മാറി ഇവിടെ 1 ആവുക മീൻസ് ഈ എക്സ് മാറി എന്താകുക 1 ആക്കുക. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് ബി എന്ന് വരും. അത് ഓക്കെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഉത്തരം പി ഒ വണ്ണിൻ്റെ ഉത്തരം എന്ത് കിട്ടും? പി ഒ വണ്ണിൻ്റെ ഉത്തരം എ പ്ലസ് ബി എന്ന് കിട്ടും. സെറ്റാണ്. ഇനി നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. പി ഒ വണ്ണിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര? 2. അതും കൂടെ എടുത്ത് താഴോട്ട് എഴുതിയേ. പി ഒ വണ്ണിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് 2 എന്ന്. ഓക്കെയാണ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഇടത്തെ സൈഡിൽ പി ഓഫ് 1 ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷനിലും ഇടത്തെ സൈഡിൽ പി ഓഫ് 1 ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതി വെക്കണം. ഈ 2 ഇക്വേഷൻ്റെയും 2 സൈഡും ഇടത്തെ സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡ് മക്കളെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എ പ്ലസ് ബി സമം 2 എന്ന് എഴുതി വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ പ്ലസ് ബി സമം 2 എന്ന് എഴുതിയതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഓക്കെയാണ്. അപ്പോൾ ഇതുവരെ ഓക്കെയാണ്. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 2 എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് എന്ത് തന്നിട്ടുണ്ട്? പി ഓഫ് 2 തന്നിട്ടുണ്ടല്ലേ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതും, പി ഓഫ് 2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മക്കളെ? പി ഓഫ് 2 ഈ വാല്യൂ 5 പിന്നെ ഇട്ടാൽ മതി. ഇവിടെ 2 കൊടുക്കുക, ഇവിടെ 2 കൊടുക്കുക മീൻസ് എക്സിൻ്റെ അവിടെ 2 കൊടുക്കുക മീൻസ് ഈ എക്സിൻ്റെ അവിടെയും 2 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും മക്കളെ? എ ഇൻറ്റു 2 പ്ലസ് ബി എന്നാവും. കണ്ടല്ലോ. അപ്പോൾ ചേഞ്ച് വരുന്ന ഈ ഇക്വേഷനിലാണ് ഇവിടെ മാറ്റം വരുന്നത് കേട്ടല്ലോ. അതാണ്ട് ഈ എക്സിൻ്റെ അവിടെ എന്താകും നോക്കുക? 2 ആവും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്തങ്ങ് പഠിച്ചാൽ മതി എൻ്റെ കൂടെ. അപ്പോൾ പി ഓഫ് 2ൻ്റെ വാല്യൂ എന്ത് കിട്ടും മക്കളെ? 2 ഇൻറ്റു എ 2a പ്ലസ് ബി എന്ന് വരും. 2a പ്ലസ് ബി. സെറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് പി ഓഫ് 2ൻ്റെ വില എന്തുവാ? 5. പി ഓഫ് 2 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ എഴുതി വയ്ക്കുക, പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ് മക്കളെ. ഇനി ശ്രദ്ധിച്ചു നോക്കി, ഈ 2 ഇക്വേഷനിലും എന്താണ്ട് ഇടത്തെ സൈഡിൽ പി ഓഫ് 2 ഉണ്ട്, ഈ സൈഡിലും പി ഓഫ് 2 ഉണ്ട്. അപ്പോൾ ഇടത്തെ സൈഡിൽ ഈ 2 ഇക്വേഷൻ്റെ ഇടത്തെ സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്ത് ഈക്വലാ? വലത്തെ സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മളിതാ ഇങ്ങനെ എഴുതി വയ്ക്കും, 2a പ്ലസ് ബി സമം 5 എന്ന് എഴുതി വയ്ക്കും. 2a പ്ലസ് ബി സമം 5. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഒന്നാമത്തെ ഇക്വേഷൻ എ പ്ലസ് ബി സമം 2ഉം രണ്ടാമത്തെ ഇക്വേഷൻ 2a പ്ലസ് ബി സമം 5ഉം. തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ 2 ഇക്വേഷൻസ്. അറിയാലതാ ഇവിടെ 2 ഇക്വേഷൻ. ആ 2 ഇക്വേഷൻ ഞാനിവിടെ എടുത്തെഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോളിനോമിയലിലെ ഈ എയുടെ വാല്യൂ എന്ത്, ബിയുടെ വാല്യൂ എന്ത്. അപ്പോൾ ഇവിടുത്തെ 2 ഇക്വേഷനെ തമ്മിൽ കുറച്ചാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്തുവാ? പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. അതിൻ്റെ ഐഡിയ ഉപയോഗിച്ച് ഇതാണ്ട് ഈ 2 ഇക്വേഷനോടെ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. ഈ 2 ഇക്വേഷനോടെ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തുവാ കുറയ്ക്കേണ്ടത്? 5ഉം 2ഉം കൂടെ കുറയ്ക്കും. 5ഉം 2ഉം കൂടെ കുറച്ച ഉത്തരം 3 സമം. ഇനി കുറയ്ക്കാൻ നേരത്ത് ബിയും കൂടെ കുറച്ചാൽ എന്തുവാ? 0 ആണ്. അപ്പോൾ അത് പോയി. ബാക്കി 2a എ കുറച്ചാൽ എന്ത് കിട്ടും മക്കളെ? അപ്പോൾ എയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? എയുടെ വാല്യൂ സിമ്പിളായി കിട്ടി. എയുടെ വാല്യൂ കിട്ടി. എത്രയാണ് എയുടെ വാല്യൂ? 3. ഇനി നിങ്ങൾ തൊട്ട് താഴോട്ട് ആ ഇക്വേഷൻ എടുത്ത് എഴുതി, എ പ്ലസ് ബി സമം 2 എന്ന ഇക്വേഷൻ എടുത്ത് എഴുതി. എ എന്ന് പറയുന്നത് എത്രയാണ്? 3. 3 പ്ലസ് ബി സമം 2 എന്ന് എഴുതി. അവിടെ നിന്ന് ബി സമം എത്ര മക്കളെ? 2. അതോടൊപ്പം നോക്കി ഈ +3 ഇങ്ങോട്ട് വന്നാൽ എന്താവും? -3 ആവും. +3 അപ്പുറത്തോട്ട് പോയാൽ -3. അപ്പോൾ 2 - 3. 2ൽ നിന്ന് 3 കുറച്ച് എത്ര? -1. അപ്പോൾ ഇവിടെ നിന്നും ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 3, ബിയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ -3. നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ദ റിലേഷൻ എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതാനായിരുന്നു ചോദ്യം. അപ്പോൾ എ ചോദ്യം ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ബി ചോദ്യത്തിൽ എയും ബിയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. എയും ബിയും
ബിയും കണ്ടുപിടിക്കുക. അതോടൊപ്പം പോളിനോമിയൽ എഴുതി. നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് രൂപത്തിലിരിക്കുന്നത്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ദെയർഫോർ എ എക്സ് പ്ലസ് ബി. അവിടെ നിന്ന് നമ്മൾ എയും ബിയും കൂടെ ഇട്ട് കൊടുത്ത് ഞാൻ പോളിനോമിയൽ എഴുതുകയാണ്. നോക്കടാ, ഈ എ എത്രയാണ് 3, ഈ ബി എത്രയാണ് -1. അപ്പം നമ്മൾ എഴുതും ഇങ്ങനെ 3x - 1. അപ്പം നമ്മുടെ പോളിനോമിയൽ എത്രയാണ്, 3x - 1. എന്തുകൊണ്ടാണ്, എ എന്ന് പറഞ്ഞാൽ 3യും ബി എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ 3x - 1 ആണ് നമ്മുടെ പോളിനോമിയൽ, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ. നമ്മൾ എയും ബിയും കണ്ടുപിടിച്ചിട്ടുണ്ട്, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ചോദ്യം പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു ചോദ്യം നമ്മൾ പഠിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പം അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവ് ഉണ്ട്, നിങ്ങളെല്ലാവരും വരണം. എനിക്ക് എല്ലാം കൂടി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി ചോദ്യങ്ങൾ പഠിക്കും. എല്ലാവരും കൃത്യമായി 7 മണിക്ക് തന്നെ എത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, നിങ്ങൾക്കറിയാം റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ ആ മാർക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, നിങ്ങൾ ഉറപ്പിച്ചോ. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, x-2ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡ് എന്ന് പറയുന്ന 2 ആണ്. എന്തോ മക്കളെ x-2ൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ്. ആരൊക്കെ തമ്മിൽ, ഈ എക്സ് മുതൽ 2 വരെയുള്ള ദൂരം എത്ര എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് എത്രയാണ്, 2. അവിടെ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. എന്തോ കണ്ടുപിടിക്കേണ്ടത്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണല്ലോ നമ്മുടെ ചോദ്യം നിങ്ങൾക്ക് വായിക്കും പറയാം, എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സിൻ്റെ വാല്യൂ. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ, x-2 = 2 എന്ന് എഴുതുക. അതോടൊപ്പം x-2 = -2 എന്ന് എഴുതുക കേട്ടല്ലോ. അപ്പോൾ ഈ ചോദ്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇങ്ങനെ മോഡ് ഉണ്ടെങ്കിൽ ആ മോഡ് മാറ്റാൻ നേരത്തെ ഇങ്ങനെ എഴുതുക, x-2 ഇത് +2ഉം ഇത് -2ഉം, വേറെ ഒന്നും ചെയ്യണ്ട. അവിടെ നിന്നും എക്സിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കാൻ നേരത്തെ ഈ സൈഡിൽ കേട്ടല്ലോ, ആ സൈഡിൽ കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് വരും, ഇവിടെ 2 + 2 എന്ന് വരും അല്ലേ. അപ്പോൾ x = എന്ത് കിട്ടും, വാല്യൂ 4 എന്ന വാല്യൂ കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ, ഈ -2 ഇങ്ങോട്ട് പോയാൽ എന്താവും, +2 ആവും. അപ്പോൾ 2 + 2 4 കിട്ടും. ഇനി തൊട്ട് അപ്പുറത്തെ കണക്കിലോ -2 ഇവിടെ ഉണ്ട്, ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ +2 ആവും അല്ലേ. നോക്കടാ, ഈ -2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, +2 ആവും. അപ്പോൾ അവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്തുമായിരിക്കും, എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടും, എക്സിൻ്റെ വാല്യൂ 4ഉം എക്സിൻ്റെ വാല്യൂ 0ഉം എന്ന്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ കാണുമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നോക്കണം മക്കളെ, ഈ ക്വസ്റ്റ്യനിൽ ആകെ തന്നിരുന്ന പോയിന്റ് എന്തോ 2. അപ്പോൾ ആ 2വിനെ ഞാൻ ഒന്ന് കറുപ്പിച്ച് കാണിക്കാം. കണ്ടോ, ഇവിടെയാണ് 2 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ 2വിൽ നിന്നും ഈ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഇതിൻ്റെ അർത്ഥമാണ്, എക്സ് മുതൽ എക്സും 2ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 2 എന്നാണ് എഴുതിയേക്കുന്നത്. എന്തോ എക്സ് എന്ന സംഖ്യയും 2 എന്ന് പറയുന്ന പോയിന്റും, എക്സ് എന്ന പോയിന്റും 2 എന്ന പോയിന്റും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലെങ്കിൽ ദൂരമാണ് 2. അപ്പോൾ 2 എന്ന പോയിന്റിൽ നിന്ന് എക്സിലോട്ടുള്ള ദൂരം എന്ന് പറയുമ്പോൾ 2 ദൂരം അകലെ ഏത് വരും, ഇവിടെ 0 കണ്ടോ. അതോടൊപ്പം വലത്തേ സൈഡിലോട്ട് 2 ദൂരം അകലെ എന്ന് പറയുമ്പോൾ ഏത് വരും, 4 കണ്ടോ. ഈ 2 പോയിന്റാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്ന് പറയുമ്പം എക്സ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എക്സ് ആണ്. അപ്പോൾ എക്സിൽ നിന്നും 2 വരെയുള്ള ദൂരം എത്ര തന്നെ, 2. അതോടൊപ്പം ഇതും എക്സ് തന്നെയാണ്, എക്സിൽ നിന്ന് 2 വരെയുള്ള ദൂരം എന്ത് തന്നെ, 2. അതുകൊണ്ടാണ് ആൻസർ 4ഉം 0ഉം കിട്ടിയത്. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, ബി ചോദ്യം. ഇപ്പോൾ ബി പാർട്ട് ചെയ്യുന്ന എ പാർട്ട് പോലെയല്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് മുതൽ 2 വരെയുള്ള ദൂരവും എക്സ് മുതൽ 6 വരെയുള്ള ദൂരവും എന്താണ് ഇടയിൽ, ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചാൽ, x നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണെന്ന് നോക്കണം. ആദ്യം തന്നെ -2ഉം അതോടൊപ്പം -6ഉം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ -2 -6 എന്നാണ് അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ ആ പെട്ടിക്കകത്ത് കിടക്കുന്നത് എങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, വെറും 2ഉം അതാണ് വെറും 6ഉം എടുക്കുക. -2 -6 എന്ന് കണ്ടാൽ വെറും 2ഉം 6 എടുക്കുക, അവർ തമ്മിൽ കൂട്ടുക, എന്നിട്ട് പകുതി എടുക്കുക. മീൻസ് 8ൻ്റെ പകുതി എന്ന് വരും. ദെയർഫോർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ബി ചോദ്യത്തിൻ്റെ ആൻസർ 4 ആണ്. ഇനി ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവരക്കണക്ക്. നിങ്ങളുടെ ഈ 9ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ എന്താണ് ഡാറ്റ തന്നിരിക്കുന്നത് നോക്കുക. സ്കോർ മാർക്കാണ്. എന്തോ 0-നും 10-നും ഇടയിൽ മാർക്ക് നേടിയ 5 കുട്ടികൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 10-നും 20-നും ഇടയിൽ മാർക്ക് നേടിയ 7 കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. സ്കോറും അതോടൊപ്പം കുട്ടികളുടെ എണ്ണവും തമ്മിലുള്ള ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈ ചോദ്യം എന്താ മക്കളെ, വായിച്ചു നോക്കിയാൽ ഞാൻ മാഡമിയുടെ ക്വസ്റ്റിനെ കാണിച്ചേക്കുന്നത്. ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര, ക്ലാസ്സിൽ എത്ര കുട്ടികളുടെ എണ്ണം ഇവിടെ ഉണ്ട്. ഇവിടെ ചോദിച്ചേക്കുന്നത് ആകെ കുട്ടികളുടെ എണ്ണം മീൻസ്
ഇതെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കൂട്ടിയാൽ മതി. 7 5 12 15 21 28 32 37 40 കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ കിട്ടി. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ പഠിക്കുന്ന കുട്ടിയെന്നോ പഠിക്കാത്ത കുട്ടിയെന്നൊന്നും നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ് എ ചോദ്യം. ഇനി ബി ക്വസ്റ്റ്യൻ എന്ത്? ബി ക്വസ്റ്റ്യൻ വളരെ പ്രാധാന്യമുണ്ട്. കാൽക്കുലേറ്റ് ദ മീൻ സ്കോർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തോ മീൻ സ്കോർ അല്ലെങ്കിൽ മാധ്യം കാണാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഏകദേശം കിട്ടുന്ന മാർക്ക് അതാണെന്തെന്ന് പറയുന്നത് മീൻ സ്കോർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 ടേബിളിനെ മാറ്റി 4 ടേബിൾ ആക്കണം. കാരണം ദാ ഇവിടുത്തെ അളവ് 0 to 10 10 to 20 എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 4 കോളമാണ് വരയ്ക്കേണ്ടത്, ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യ കോളം മാറ്റിയിട്ട് നമ്മൾ എന്താ കൊടുക്കുക? ആദ്യത്തെ 2 കോളം സെയിം തന്നെ, സ്കോറും കുട്ടികളുടെ എണ്ണം. പക്ഷെ മൂന്നാമത്തെ കോളത്തിൻ്റെ പേര് ക്ലാസ് അല്ലെങ്കിൽ വിഭാഗ മാധ്യം മലയാളം. അതാണെങ്കിൽ ടോട്ടൽ സ്കോർ അല്ലെങ്കിൽ ആകെ സ്കോർ എന്നതാണ് 4ാമത്തെ കോളം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യ 2 കോളത്തിന് യാതൊരു മാറ്റവും വരുത്തണ്ട. ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഇവിടെ ടോട്ടൽ എന്ന കോളവും ഇവിടെ ക്ലാസ് എന്ന കോളവും ആയിരിക്കും. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഈ 3ാമത്തെ കോളം എഴുതേണ്ടത് എങ്ങനെ? വളരെ സിമ്പിൾ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോ. ആർക്കും അറിയാതെ പോരുത്. ഇവിടുത്തെ കുട്ടികൾ എല്ലാവരും പഠിക്കണം. നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. ഇതിൽ നിന്നുമാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ 3ാമത്തെ കോളം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഞാൻ ഇവിടെ ഒന്ന് എഴുതി തരാം. 0യും 10ഉം കൂടെ കൂട്ടുക, എന്നിട്ട് പകുതി എടുക്കുക. 0യും 10ഉം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 10 കിട്ടും. 10ൻ്റെ പകുതി, അപ്പോൾ ആൻസർ ഈസ് 5. അപ്പോൾ ഈ ആൻസർ ഇവിടെ എഴുതേണ്ടത് എന്താണ്? 5ആണ്. ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സംഖ്യ നമ്മൾ കൂട്ടി പകുതി എടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊന്നും അവിടെ എഴുതി വെക്കരുത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആൻസർ മാത്രം മതി. ഇനി ഒന്നുകൂടെ പറയാം. ഇത് വെച്ചിട്ടാണ് എഴുതേണ്ടത്. മീൻസ് 20ഉം 10ഉം കൂടെ കൂട്ടണം, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 20ഉം 10ഉം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 30. 30ൻ്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ 15. സെറ്റാണ്. അതുപോലെ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതൊന്നും എഴുതി വെക്കരുത്. ആൻസർ 15. അപ്പോൾ 5 കഴിഞ്ഞ് 15 വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത എന്തായിരിക്കും? 25. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും. ഇനി അടുത്തത് ടോട്ടലിൻ്റെ കോളം എഴുതാൻ എന്ത് തമ്മിൽ ഗുണിക്കണം എന്ന് ചോദിച്ചാൽ ഈ 5ഉം 5ഉം കൂടെ ഗുണിച്ചിട്ട് ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഈ 5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 25. അങ്ങനെ എഴുതുക. അതോടൊപ്പം 5ഉം 15ഉം 7ഉം തമ്മിൽ ഗുണിച്ചാൽ 7 5 35 3 ഇഷ്ടം 105. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുക? ഇവർ തമ്മിൽ ഗുണിച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കോളവും കൂടെ ഇവിടെ അവസാനമായിട്ട് ഇങ്ങനെ വരച്ചിടുക. എന്നിട്ട് ഇവിടെ എഴുതുക ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുമ്പോൾ ആകെ കൂട്ടുന്നത്. നിങ്ങൾക്കറിയാം കുട്ടികളുടെ എണ്ണം കൂട്ടണം. കുട്ടികളുടെ എണ്ണം കൂട്ടുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിട്ട് 40. അത് കണക്ക് ടോട്ടൽ സ്കോർ എല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ കിട്ടുന്ന ഉത്തരം 1500. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. മീഡിയൻ ആണ് അല്ലെങ്കിൽ മീനാണ്. മീഡിയൻ അല്ല, മീനാണ്. മീൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ടോട്ടലായ 1500നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 40 അന്ന് ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്ട് ഈ 40 കൊണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടുപിടിക്കാൻ പഠിക്കുക. 0 കട്ട് ചെയ്യുക. അപ്പോൾ 1500നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ 37.5 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ മിനിമം എന്ത് ചെയ്യുന്നു? മാർക്ക് എത്രയാണ് ഒരു കുട്ടിക്ക് എന്ന് വെച്ചാൽ 37.5 അല്ലെങ്കിൽ മീൻ സ്കോർ അല്ലെങ്കിൽ മലയാളം ഓർത്തിരിക്കുക മാധ്യം എത്രയാണ്? 37.5. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കണം. ബാക്കി ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് ലൈവിൽ വരിക 7 മണിക്ക്. ഇന്ന് രാത്രി 7 മണിക്ക് മാർച്ച് 4 7 PM ലൈവ് ഉണ്ട്. എല്ലാവരും വരിക, പഠിക്കുക. നമുക്ക് 80 അടിക്കാനുള്ള പവറിലേക്ക് നിങ്ങൾ എത്തിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കണം, നന്നായി പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് അന്വേജൻ മാറ്റുന്ന ചാനൽ വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ കാണാനായിട്ട് വരിക. അതോടൊപ്പം ഇന്നത്തെ വീഡിയോ കണ്ടതിന് താങ്ക് യു. ബൈ.